ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ഉള്ളിവട ആയാലോ. എന്താ പറയുക, തട്ടുകടയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് 3 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഉള്ളിവടക്ക് ഉള്ളി നല്ല നീരിതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഉള്ളി അരിയാൻ തുടങ്ങാം. അപ്പോൾ ഈ ഉള്ളി അരിയുമ്പോൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരാണ്ടിരിക്കാനും കണ്ണിരിയാണ്ടിരിക്കാനും കുറേ ടിപ്സെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പലതും എന്താ പറയുക അതേപോലെ നടക്കണമെന്നില്ല. എന്തായാലും ഞാനെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഉള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എപ്പോഴും ഫ്രിഡ്ജിലും ഒരു 3-4 ദിവസത്തേക്ക് വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉള്ളി എടുത്തിട്ട് അരിയുമ്പോൾ നമുക്ക് ഒരിക്കലും കണ്ണിൽ വെള്ളം വരില്ല. എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കൊരു ബൗളിലോട്ടിടാം. ഉള്ളി നമ്മൾ അരിഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പം മറ്റുള്ള ഫുഡ് അതിലൊന്നും ഉള്ളിൻ്റെ ഒരു സ്മെല്ലൊന്നും വരികയില്ല. 3-4 ദിവസത്തെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ഉള്ളി അരിയാനല്ല ഏറ്റവും എന്താ പറയുക പണി. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ 3 പച്ചമുളകും പിന്നെ ഒരു പിടി കറിവേപ്പില, അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടിടാം. കറിവേപ്പില ശരിക്കും നാടൻ റെസിപ്പിയിലെല്ലാം കറിവേപ്പില അടിപൊളിയായിരിക്കും. കറിവേപ്പില തന്നെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കറിവേപ്പില അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പം ഞാൻ 3 ഇട്ടിട്ടുള്ളൂ. അത് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ ചതച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. അരിയണ്ട, ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. എന്നിട്ടിത് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പെരുംജീരകം പൊടിച്ചതാണ്, ഇത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. പിന്നെ മുളക് പൊടി കാശ്മീരിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായം ഉണ്ടല്ലോ, കായത്തിൻ്റെ പൊടി, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കുഴക്കുക. പിന്നെ ഇത് നോക്കാൻ ഇതിൽ ഉള്ളി എന്താ പറയുക ഉള്ളിൻ്റെ അളവാണ് നമുക്ക് മുമ്പിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് പൊടി നോക്കിയിട്ടിട്ട് കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പിന്നെ കടലപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരിപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, 1-1.5 അടുത്ത് ഇട്ടിട്ടുണ്ട്. അത്ര മതി. ശരിക്കും ഉള്ളിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളിയാണ് നമുക്ക് മുമ്പിട്ട് നിൽക്കേണ്ടത്. പിന്നെ പൊടി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കുക്കാവാനും എന്താ പറയുക സമയമെടുക്കും. എന്നിട്ട് ഇത് നല്ലോണം കുഴക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് നോക്കിയിട്ട് വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത്രേ ആവശ്യം വന്നിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴക്കുക. ഉള്ളിയെല്ലാം നല്ലോണം എന്താ പറയുക ഇങ്ങനെ കുഴച്ചിട്ട് അതിൻ്റെ ഒരു നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയുക ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ആ ഒരു ടേസ്റ്റെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ച് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് എന്താ പറയുക ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ഇതേപോലെ കുറച്ച് തടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ നല്ല കുറച്ച് വണ്ണത്തിൽ എന്താ പറയുക കുറച്ച് വലിയ സൈസിലായിരിക്കും പിന്നെ ഉണ്ടാക്കിയെടുക്കുക. ചിലരിങ്ങനെ എന്താ പറയുക നമ്മൾ പക്കാവട എന്നെല്ലാം പറയുന്നില്ല, അതുപോലെ പൊടി പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാം. ശരിക്കും പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്കൊരു ചായക്കൊരു കടി വേണമെന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഈ ഉള്ളിവട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കടിയാണിത്. അങ്ങനെ നമ്മുടെ ഉള്ളിവട എല്ലാം ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറാണ്. ചൂടോടെ തന്നെ കഴിക്കുകയും വേണം, നല്ല ക്രിസ്പി ആയിട്ട്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. കണ്ടോ, ഇത് എത്ര വേണമെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ ഇതാ ഒരു കട്ടൻ ചായയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിവടയും ചായയെല്ലാം കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.